ബീഹാർ ഭരണകക്ഷിയായ ജെഡിയുവിൽ പൊട്ടിത്തെറി. മുൻ എംപിയും മുതിർന്ന നേതാവുമായ കെ.സി. ത്യാഗി ജെഡിയുവിന്റെ ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. പിന്നാലെ എൻ.ഡി.എ സഖ്യകക്ഷിയായ പാർട്ടിക്കുള്ളിൽ തമ്മിലടി. തനിക്ക് കാര്യമായ പണിയൊന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ത്യാഗി രാജിവെച്ചത്. തന്നെ ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ത്യാഗി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് കത്തെഴുതുകയായിരുന്നു. കുറെ നാളുകളായി ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബീഹാർ സർക്കാരിന് പ്രോത്സാഹനം നൽകാൻ ഞാൻ എപ്പോഴും ഉണ്ടാകും എന്നാണ് കെ.സി. ത്യാഗി കത്തെഴുതിയത്. ദേശീയ അധ്യക്ഷനായി നിതീഷ് കുമാറും വർക്കിംഗ് പ്രസിഡന്റായി സഞ്ജയ് കുമാർ ധായുമുള്ള നേതൃത്വമാണ് നിലവിൽ പാർട്ടിയെ നയിക്കുന്നത്. തന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയായതുപോലെയാണ് തോന്നുന്നത്. ഇനി പുതുതലമുറ പദവികളിൽ എത്തട്ടെ എന്നും കെ.സി. ത്യാഗി പ്രതികരിച്ചു. പരിപാടികളിൽ നിന്നെല്ലാം മാറ്റി നിർത്തി തന്നെ ഒതുക്കുകയാണെന്ന തോന്നലാണ് ത്യാഗിയുടെ രാജിയിലേക്ക് നയിച്ചത്. ത്യാഗി രാജിവെച്ചതോടെ മുതിർന്ന നേതാവ് രാജീവ് സഞ്ജൻ ജെഡിയുവിന്റെ പുതിയ ദേശീയ വക്താവാകുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്ന് ത്യാഗി മാറ്റപ്പെടുന്നത്. 2023 മാർച്ചിൽ പാർട്ടി തന്നെ ത്യാഗിയെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചത്. പലതവണ കേന്ദ്ര സർക്കാരിനെയും എൻ.ഡി.എ സഖ്യത്തെയും വെട്ടിലാക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച നേതാവാണ് കെ.സി. ത്യാഗി. 2024 മൂന്നാം മോദി സർക്കാരിന് ജെഡിയു പിന്തുണച്ച് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ ത്യാഗി വിമർശനം ഉയർത്തിയിരുന്നു. കൂടാതെ UPSC, ലാറ്ററൽ എൻട്രി, വഖഫ് ബിൽ, ജാതി സെൻസസ്, ഏകീകൃത സിവിൽ കോഡ് തുടങ്ങിയ വിഷയങ്ങളിൽ BJP സർക്കാരിനെതിരെ ശക്തമായ നിലപാടാണ് ത്യാഗിയുടെ നേതൃത്വത്തിൽ ജെഡിയു സ്വീകരിച്ചത്. ഗസയിലെ ഫലസ്തീനിനെതിരായി ആക്രമണങ്ങൾക്ക് സഹായകമാകാൻ ഇസ്രായേലിന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കേന്ദ്രത്തിന്റെ നീക്കത്തിനെതിരെയും ത്യാഗി രംഗത്തെത്തിയിരുന്നു. ഇസ്രായേലിലേക്കുള്ള ആയുധ വിൽപ്പന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ സംയുക്ത പ്രസ്താവനയെ കെ.സി. ത്യാഗി പിന്തുണയ്ക്കുകയായിരുന്നു.